IT സൊല്യൂഷൻ പ്രൊവൈഡറായ ഓറിയൻ ടെക്നോളജീസ് IPOയുമായി വിപണിയിലേക്ക്. 215 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന IPO ഓഗസ്റ്റ് 21 ആരംഭിക്കും. So let's check out the company's fundamentals, financial data, ratio analysis and details about the IPO. Welcome to IPO Alerts. ആദ്യം നമുക്ക് കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കി വരാം. 1997 ജൂലൈയിൽ സ്ഥാപിതമായ ഓറിയൻ ടെക്നോളജീസ് മുംബൈ ആസ്ഥാനമായുള്ള IT സൊല്യൂഷൻ പ്രൊവൈഡറാണ്. പ്രൊഡക്ട്സും സൊല്യൂഷനും നൽകുന്നതിനായി കമ്പനിക്ക് നിരവധി പദ്ധതികളുണ്ട്. IT ഇൻഫ്രാസ്ട്രക്ചർ, IT എനേബിൾഡ് സർവീസ്, ക്ലൗഡ് ഡാറ്റ മാനേജ്മെന്റ് സർവീസ് എന്നീ 3 പ്രധാന വിഭാഗങ്ങളാണ് കമ്പനിക്കുള്ളത്. IT ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഡാറ്റാ സെന്റർ സൊല്യൂഷനുകളും എൻഡ് യൂസർ കമ്പ്യൂട്ടിംഗ് സർവീസുകളും കമ്പനി നൽകുന്നു. IT എനേബിൾഡ് സർവീസ് വഴി മാനേജ്മെന്റ് സൊല്യൂഷൻ, മൾട്ടി വെൻഡർ സപ്പോർട്ട് സൊല്യൂഷൻ, IT ഫെസിലിറ്റി മാനേജ്മെന്റ് സൊല്യൂഷൻ, നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ സൊല്യൂഷൻ, സേഫ്റ്റി സേവനങ്ങൾ, പുതുക്കലുകൾ എന്നിവയും കമ്പനി നൽകുന്നുണ്ട്. ക്ലൗഡ് ഡാറ്റ മാനേജ്മെന്റ് സർവീസിലൂടെ ഡാറ്റാ സെന്ററുകളിൽ നിന്ന് ക്ലൗഡിലേക്കുള്ള വർക്ക് ലോഡുകളുടെ മൈഗ്രേഷൻ സർവീസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രധാന കസ്റ്റമേഴ്സിൽ ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ, ട്രേഡ് ബുൾ സെക്യൂരിറ്റീസ്, വാസായ് ജനത സഹകാരി ബാങ്ക്, വാസായ് വികാസ് സഹകാരി ബാങ്ക്, സൊലു ഗ്രീൻ, ഇന്റർഗ്രൗണ്ട് മാനേജർ സൊല്യൂഷൻ ഇന്ത്യ, കോൾ ഇന്ത്യ, മസാഗൻഡോക്, ജോയിന്റ് സെയിൽസ് ടാക്സ് കമ്മീഷണർ, മുംബൈ ആൻഡ് ഡി ഡെക്കർ എക്സ്പെർട്സ് തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെടുന്നു. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. സെയിൽസ് ആൻഡ് സർവീസ് ഓഫീസുകൾ മഹാരാഷ്ട്രയിലെ നവി മുംബൈ, പൂനെ, അഹമ്മദാബാദ്, ഗുജറാത്ത്, ന്യൂഡൽഹി, ബാംഗ്ലൂരു, കർണാടക, ചെന്നൈ, തമിഴ്നാട് എന്നിവിടങ്ങളിലും സ്ഥിതി ചെയ്യുന്നു. ഡൈനാകോൺ സിസ്റ്റം ആൻഡ് സൊല്യൂഷൻസ്, HCL ടെക്നോളജീസ്, LTI മൈൻഡ്ട്രീ, വിപ്രോ, അലിഡ് ഡിജിറ്റൽ സർവീസസ്, ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി, ടെക് മഹീന്ദ്ര എന്നിവരാണ് കമ്പനിയുടെ പ്രധാന മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സ്. കമ്പനിയുടെ 97.72% ഓഹരികളും പ്രൊമോട്ടേഴ്സായ അജയ് ബൽറാം സാവന്ത്, ഉമേഷ് നവനീത് ലാൽഷ, ഉജ്വാൽ അരവിന്ദ് മൽഹോത്ര ആൻഡ് ജയേഷ് എന്നിവരാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് നോക്കി വരാം. 2024 ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഓറിയന്റിന് 101.2 കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത്. ഇതിൽ BFSI കമ്പനികളിൽ നിന്നുള്ള 20.5 കോടി രൂപയും സർക്കാരിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 30.6 കോടി രൂപയും ഉൾപ്പെടുന്നു. IT സർവീസ് കമ്പനി കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച സാമ്പത്തിക റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. 2022 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ ലാഭം 33.49 കോടി രൂപയായിരുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ എത്തിയപ്പോൾ 14% ഉയർന്ന് 38.29 കോടി രൂപയായി കമ്പനി രേഖപ്പെടുത്തി. 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം 8.2% വർദ്ധിച്ച് 41.4 കോടി രൂപയായി. 2022 കമ്പനിയുടെ വരുമാനം 467.44 കോടി രൂപയായിരുന്നു. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 14.47% ഉയർന്ന് 535.1 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ വരുമാനം വീണ്ടും 12.7% വർദ്ധിച്ച് 602.9 കോടി രൂപയായി കമ്പനി രേഖപ്പെടുത്തി. 2024 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിൽ IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് വിഭാഗം 52.2% സംഭാവനയാണ് നൽകിയത്. വരുമാനത്തിന്റെ 22.2% വന്നത് IT എനേബിൾഡ് സർവീസിൽ നിന്നുമാണ്. ബാക്കി 25.6% ക്ലൗഡ് ഡാറ്റ മാനേജ്മെന്റ് സേവനങ്ങൾ വഴിയാണ് എത്തിച്ചേർന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസ് നോക്കാം. ആദ്യം നമുക്ക് കമ്പനിയുടെ ROE നോക്കാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ ROE കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. നിലവിലുള്ള നിക്ഷേപകർക്ക് വീണ്ടും ഓഹരികൾ നൽകുന്നതാണ് ROE കുറയാനുള്ള പ്രധാന കാരണം. കമ്പനിയുടെ നിലവിലുള്ള ROE 27.26%. ഇത് 2023 34.36% 2022 43.11% ROE. ഇനി കമ്പനിയുടെ കറന്റ് റേഷ്യോ നോക്കാം. നിലവിലെ അസറ്റ്സ് ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെബ്റ്റ്സ് മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ കഴിവിനെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി മെഷറാണ് കറന്റ് റേഷ്യോ. അവസാന 3 വർഷത്തിൽ കമ്പനിയുടെ കറന്റ് റേഷ്യോ ഉയർന്നു വരുന്നതായാണ് കാണപ്പെടുന്നത്. 2022 1.9 ആയിരുന്ന റേഷ്യോ 2023 എത്തുമ്പോൾ 2.21 ഉയർന്നിരുന്നു. 2024 ഇത് 2.24 എത്തി.
ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞ 3 വർഷമായിട്ട് മോഡറേറ്റ് ആയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നിലവിലെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.03 ആണ്. ഇത് കമ്പനിയുടെ കടങ്ങളെക്കാൾ ഉയർന്ന മൂലധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2022 റേഷ്യോ 0.1 ആയിരുന്നു. 2023 ഇത് 0.02 ഉയർന്നിരുന്നു. ഇനി നമുക്ക് IPO ഡീറ്റെയിൽസ് നോക്കാം. 1 കോടി ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനി ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് 214.76 കോടി രൂപയാണ്. ഇതിൽ 120 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂസും 94.76 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നു. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 11.55 ലക്ഷം ഓഹരികൾ വീതം ഓഫർ ഫോർ സെയിലിലൂടെ വിറ്റഴിക്കും. ഓഗസ്റ്റ് 21 ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുക ഓഗസ്റ്റ് 23 ഓഹരികളുടെ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 26 പൂർത്തിയാവും. ഓഗസ്റ്റ് 27 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഗസ്റ്റ് 28 ഓഹരികൾ NSE, BSE എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 95 മുതൽ 206 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 72 ഓഹരികളാണ് ഉള്ളത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,832 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് മാക്സിമം 13 ലോട്ടുകളിലേക്ക് അപേക്ഷിക്കാം. ഇഷ്യൂവിന്റെ പകുതിയും കമ്പനി QIBക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. NIIക്ക് 15%, ബാക്കി 35% ഓഹരികൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുമായിട്ടാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇഷ്യൂ തുകയിൽ നിന്നും 10.35 കോടി രൂപ നവി മുംബൈയിലെ ഓഫീസിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കമ്പനി മാറ്റിവെക്കും. 79.65 കോടി രൂപ മറ്റ് ചെലവുകൾക്കായും ബാക്കി വരുന്ന തുക പൊതു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും കമ്പനി ഉപയോഗിക്കും. എലാറ ക്യാപിറ്റലാണ് IPOയുടെ ലീഡ് മാനേജർ. ലിങ്കിങ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇഷ്യൂ രജിസ്ട്രാർ. മികച്ച സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയത്തോടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു IPO അലേർട്സുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.